ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീപാർവതി എഴുതിയിരിക്കുന്ന മാധവി എന്ന നോവലാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC ബുക്സ് ആണ്. ഇതിൻ്റെ വില 250 രൂപയാണ്. ഇതെനിക്ക് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇത് പ്രാവശ്യം ലൈബ്രറിയിൽ പോയപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരുപാട് ഹൈപ്പ് വന്നു, ആളുകളൊക്കെ റിവ്യൂസൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ പുതിയൊരു പുസ്തകമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് എഴുത്ത് വായിക്കാൻ. സത്യത്തിൽ എനിക്ക് ശ്രീപാർവതിയുടെ എഴുത്തുകളോട് അത്ര വലിയ താല്പര്യമില്ല. ആളുടെ പുസ്തകങ്ങളിൽ കുറേയൊക്കെ കണക്ഷൻസ് നമുക്ക് ചില സമയത്ത് കിട്ടാറില്ല. ആ പ്ലോട്ട് ട്വിസ്റ്റ് ആയാലും എന്തായാലും ഒരു പൂർണ്ണത ഉണ്ടാവാറില്ല ചില പുസ്തകങ്ങളിൽ. എഴുത്തിൻ്റെ അത് ഞാൻ പറഞ്ഞു, ആദ്യത്തെ പുസ്തകത്തിലൊക്കെ നമുക്ക് നവ എഴുത്തുകാരോട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് നമുക്ക് അവരാദ്യമായിട്ട് എഴുതുന്നതാണ്, അവരുടെ ക്രാഫ്റ്റ് അവർ രൂപപ്പെടുത്തി എടുക്കുകയാണ്. അപ്പോൾ ആ എടുക്കുന്നതിൽ നമുക്ക് ആദ്യത്തെ പുസ്തകത്തിനൊക്കെ പക്ഷേ ഈ ശ്രീപാർവതിയുടെ ഇപ്പോൾ ഈ മാധവി അടക്കം ഒരു 4-5 പുസ്തകമായി ഞാൻ വായിക്കുന്നു. അതിൽ അവരുടെ ക്രാഫ്റ്റ് മെച്ചപ്പെട്ട് പുരോഗമനമായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ പുസ്തകം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഹൊറർ ഫാൻറ്റസി എന്ന് പറഞ്ഞ ഒരു ത്രില്ലർ രൂപമുള്ള ഒരു നോവലായിട്ട് പറയാം. പക്ഷേ ഇതിനകത്ത് ഹൊറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നില്ല. പക്ഷേ മന്ത്രവാദവും അങ്ങനെയുള്ള ഒരു ചായ ഇതിനകത്ത് വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഹൊറർ എന്ന് പറഞ്ഞത്. പിന്നെ ഒരു ത്രില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരാളെ കാണാതാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. അതിലൊരു അന്വേഷണം നടക്കുന്നുണ്ട്, ആ സ്ത്രീ എവിടെ പോയി എന്നുള്ള ഒരു അന്വേഷണം നടക്കുന്നതിൻ്റെ ഒരു ത്രില്ലിംഗ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. 3 തലമുറകളിൽ എന്ന് പറയുമ്പോൾ ഒരു തെക്കേലമ്മ എന്ന് പറഞ്ഞ മാധവിയുടെ കഥ പറയുന്നുണ്ട്. പിന്നെ ഈ തെക്കേലമ്മയുടെ വീടിനടുത്തുള്ള പാർവതി എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി വിദ്യാർത്ഥിനി പോലത്തെ ഒരു കുട്ടിയുണ്ട്. പിന്നെ മേനക എന്ന് പറഞ്ഞിട്ട് തെക്കേലമ്മയുടെ വീട്ടിലുള്ള ഒരു യുവതി ആയിട്ടുള്ള ഒരു സ്ത്രീ, വിവാഹിതയല്ല, അവർ അവിടെ ജോലിക്കൊക്കെ വരുന്നതാണ്. അപ്പോൾ അവരെയാണ് കാണാതായത്. അപ്പോൾ വിലാസ് രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. വിലാസ് രാജ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ പാർവതിക്ക് അവിടെ സ്ഥിരം പോക്കുവരവുണ്ട്, അയൽവക്കത്താണ്, വീട്ടിലെ ജോലിയില്ല, മീൻസ് അമ്മയപ്പനും ജോലിയായിട്ടിരിക്കുമ്പോൾ ആ വീട്ടിലത്തെ കുട്ടികൾ തൊട്ടടുത്ത് വീട്ടിൽ പോയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം, ആ പാർവതി തൊട്ട വീട്ടിൽ പോയിരിക്കുന്ന കാര്യം, അത് എൻ്റെ ചെറുപ്പകാലമൊക്കെ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ, അത് ഫീൽ ചെയ്യാൻ പറ്റി. കാരണം ഞാനും അങ്ങനെയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്നാണ് ചിലപ്പോൾ കട്ടൻ ചായയും മറ്റേത് തരാം, അവിടുത്തെ ഒരു അമ്മച്ചിയാണ് അത് തരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഈ മേനകയും ഒക്കെ ആയിട്ട് ഈ പാർവതിക്ക് ഒരു റിലേഷൻ, അതായത് തെക്കേലമ്മയുടെ. പിന്നെ തെക്കേലമ്മേനെ പറ്റി പാർവതി പറയുന്നത് അവർ ചാത്തനുമായിട്ടൊക്കെ, ചാത്തനോട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ തെക്കേലമ്മേനെ കണ്ടാൽ അവർ കൈവച്ച് പ്രാർത്ഥിക്കുക. അതായത് ഇപ്പോൾ കാലുവേദന വന്നിട്ട് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ആ ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ ആ നാറാണീശം എന്ന് പറയുന്ന സ്ഥലത്തെ വൈദ്യരാണ് ഈ തെക്കേലമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരുപാട് ഏജ് ആയിട്ടുള്ളത്, വായിൽ വെറ്റില കറിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര ഏജ്ഡായിട്ടുള്ള ഒരാളായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ പിന്നെ പാർവതിയുടെ അന്വേഷണത്തിലാണ് നാരായണീശത്തെ മാധവി എന്ന് പറഞ്ഞ ആ സ്ത്രീ, അതായത് തെക്കേലമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കഥ പാർവതിയോട് ഒരു പുസ്തകത്തിലൊക്കെ ആയിട്ട് വായിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ പാർവതിയാണ് പിന്നെ 2ാം ഭാഗത്തിലാണ് ആ കഥ വരുന്നത്. എങ്ങനെയാണ് തെക്കേലമ്മയുടെ മാധവിയുടെ കഥ. മാധവി എന്ന് പറഞ്ഞ സ്ത്രീ കല്യാണം കഴിച്ചിട്ട്, അതായത് തെക്കേലെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരികയാണ്. മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ദാമോദരനും അയാളുടെ ഒരു ക്രൂരനായ ഭർത്താവായിരുന്നു. അപ്പോൾ ഈ മാധവി അച്ഛനും അമ്മയായിട്ട് സോവിയറ്റ് യൂണിയനിലായിരുന്നു. അപ്പോൾ അവിടുന്നാണ് വൈക്കിംഗ്, അതായത് നമ്മൾ സീരീസുകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, വിച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഒരു സ്ത്രീനെ നശിപ്പിക്കാനായിട്ട് യൂറോപ്പ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു സ്ത്രീനെ നശിപ്പിക്കാനായിട്ട് ചുമ്മാ ഒരു കിംവദന്തി, ഒരു ഗോസിപ്പ് അടിച്ചിറക്കിയാൽ മതി, അവിടെ ഒരു വിച്ചാണ് അല്ലെങ്കിൽ ഒരു മന്ത്രവാദിനിയാണെന്ന് പറഞ്ഞ് അങ്ങനെ
കൊലകൾ, ഒരുപാട് സ്ത്രീകളെ നശിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് നോവൽസിലും ഒരുപാട് ചരിത്രം നമ്മൾ ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ കുറേ സ്ത്രീകളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇവള് പഠിച്ച്, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവളുടെ ശരിയായ പേര് മാല എന്നാണ്. അത് ഇഷ്ടപ്പെടാതെയാണ് മാധവിയായിട്ട് ഈ നാട്ടുകാർ മാറ്റിയത്. അപ്പോൾ ഈ മാധവി ഒരു നോർമൽ ഭാര്യ എന്നുള്ള രീതിയിലാണ് ജീവിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ദാമോദരൻ ആളുടെ കാമവും ഒക്കെ കൂടി ഒരു വൃത്തികെട്ട ഭർത്താവായിരുന്നു അയാൾ. അപ്പോൾ അതൊക്കെ സഹിക്കാൻ വയ്യാതെയാണ് ഇവള് പിന്നീട് ഇവളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അയാൾ കൈ അടിച്ചൊടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവള് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവള് ഇത്തിരി മന്ത്രവാദത്തിൽ, അവൾ പഠിച്ച വൈക്കിംഗ് മന്ത്രവാദത്തിനെ പറ്റിയിട്ട് അവള് ഉപയോഗിക്കാനൊക്കെ തുടങ്ങുന്നത്. പിന്നെ അവൾ ആ നാരായണീശത്തിനെ ആകെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് കഥ പറയുന്നത്. അപ്പോൾ മേനക എവിടെ പോയി, പാർവതിക്ക് ഇതിനകത്ത് എന്താ റോള്, പിന്നീട് മാധവിക്ക് എന്ത് സംഭവിച്ചു, മാധവിയും ഈ മേനകയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ മേനക കാണാതായത്, ഇങ്ങനെയൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ കഥ പറയുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമുക്ക് ഹൊറർ എന്ന് പറഞ്ഞതിനകത്ത് മന്ത്രവാദികൾ, ഇപ്പം നമ്മൾ മന്ത്രവാദ നോവലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു ഭീതിയും, ഇപ്പം നമ്മൾ ആനന്ദഭദ്രം എന്നുള്ള നോവലൊക്കെ വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് നല്ല പേടിയും ഭയവും, ഇപ്പം അത് പാതിരാത്രിക്കൊക്കെ വായിക്കണമെന്ന് വെച്ചാൽ, പക്ഷെ അങ്ങനത്തെ ഒന്നും ഇതിനകത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ മടിയുള്ളതുപോലെ, അതായത് ഇപ്പോൾ സെക്ഷുവലായിട്ടുള്ള കുറച്ച് സീൻസും കാര്യങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ അതായത് മാധവിനെ ആഗ്രഹിക്കുന്ന പുരുഷന്മാരുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതാന്ന് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ അത് വൃത്തികേടാകുമോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിലായിരിക്കാം ഭയങ്കര കുറച്ച് കൈയടക്കത്തോടു കൂടിയിട്ട് കുറച്ച് മാത്രം എഴുതിക്കണം. അപ്പോൾ അതിലൊക്കെ ഒരു ഭീകരതയൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടിയൊക്കെ നന്നായിരുന്നേനെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. മാധവി അപ്പോൾ ത്രില്ലർ എന്നുള്ളതിൽ നിന്ന് മാറ്റി എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. ഇത് മുമ്പുള്ളതൊക്കെ ത്രില്ലർ, ഒരു കേസന്വേഷണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മന്ത്രവാദവും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ഇതിനകത്തൊരു സജഷൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാറാ ജോസഫിൻ്റെ നോവലായാലും അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ സംഗീത ശ്രീനിവാസൻ നോവലായാലും അവരുടെ ആ ഡീറ്റെയിലിംഗ് ഉണ്ട്. അവർ ആ ഒരു സിറ്റുവേഷൻ ഇന്നത് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മളും ആ ഒരു ഫീലില് നമ്മൾ ആ സ്ഥലത്താണ് എന്നുള്ള പോലെ ഇതൊക്കെ നമുക്ക് തോന്നും. ഇതിനകത്ത് നാരായണീശം എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക, ആ ഒരു ഗ്രാമത്തിനെയും അല്ലെങ്കിൽ പഴയ കാലം മാധവിയുടെ ചെറുപ്പകാലം, മാധവിക്ക് ഇപ്പോൾ ഒരുപാട് പ്രായമായിട്ടുള്ള കാര്യമാണ് പാർവതി കാണുന്നത്. പക്ഷേ മാധവി ചെറുപ്പകാലത്തുള്ള കാലഘട്ടം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ആ ഒരു കാലഘട്ടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടം വിവരിച്ച് എഴുതിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ എന്ന് പറയാം. അന്നത്തെ കാലഘട്ടം എങ്ങനെയായിരുന്നു ആൾക്കാരുടെ ചിന്തകളും ആൾക്കാരുടെ അന്നത്തെ ഈ തൊട്ടുകൂടായ്മ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് ആയേനെ എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു കുഴപ്പമില്ലാത്ത ഒരു പുസ്തകമായിട്ട് തോന്നി. ഭയങ്കര ഗംഭീരമൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് അതായത് മാധവിയുടെ കഥ പറയുമ്പോൾ ഒരു ഇറ്റാലിക്സ് ഫോണ്ട് പോലത്തെ ഒരു ഫോണ്ട് പറയുന്നുണ്ട്. അതെനിക്ക് ഇത്തിരി നിന്നാണ് ബുദ്ധിമുട്ടായി. കാരണം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ഇറ്റാലിക്സ് പോലെയല്ല മലയാളം ഇറ്റാലിക്സ്. അപ്പോൾ അത് പൊടുന്നനെ എന്നൊക്കെ അല്ലെങ്കിൽ തൊടുന്നനെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ അക്ഷരം ചെരിച്ചെഴുതുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി. ഞാൻ ലൈറ്റൊക്കെ ഇട്ട് കണ്ണടയൊക്കെ വെച്ച് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അത് വായിച്ചത്. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുഴപ്പമുകൊണ്ടാണ്. നല്ല കണ്ണ് കാണുന്നവർക്ക് അതൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് മാധവി എന്ന പുസ്തകത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊരു ഹൊറർ ത്രില്ലർ മോഡിലുള്ള ഒരു ഈസി റീഡ് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാധവി ഒരു നല്ല പുസ്തകമാണ്. ഭയങ്കര ഗംഭീരം എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് അത്ര ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ എനിക്ക് എഴുതുന്ന ആൾക്കാരോട് നമുക്കൊരു ആരാധനയൊക്കെ തോന്നുമല്ലോ, അങ്ങനെയൊന്നും എനിക്ക് ശ്രീ പാർവതിയുടെ പുസ്തകങ്ങളോട് എനിക്ക് തോന്നാറില്ല. എനിക്ക് സോണിയ റഫീഖിനോടോ അല്ലെങ്കിൽ സാറാ ജോസഫിനോ സംഗീത ശ്രീനിവാസനോ ഇവരോടൊക്കെ തോന്നുന്ന ഒരു KR മീരയോടൊക്കെ തോന്നുന്ന ഒരു ആരാധനയുണ്ടല്ലോ, അതൊന്നും എനിക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് തോന്നാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.